നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തന്ത്രിയായ താഴമൺ മഠത്തിലെ കണ്ഠരര് രാജീവര് തന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു. പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. എന്നാൽ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകാനിരിക്കെയാണ് ഇപ്പോൾ തന്ത്രിസ്ഥാനം താൻ രാജിവെക്കുന്നു. ഒപ്പം പകരം മകനായ ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ ശബരിമല തന്ത്രിയായി അവരോധിക്കണമെന്ന് ഉള്ള ഒരു കത്ത് അദ്ദേഹം ദേവസ്വം ബോർഡിന് നൽകിയതായി ഇന്നലെ വാർത്ത വരുന്നത്. ഇതിന് പിന്നാലെ പ്രമുഖ ഇന്ത്യൻ തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും പ്രഭാഷകനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത് വായിക്കുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പ് എത്രത്തോളം വൈകാരികമാണ് എന്നുള്ളത്. താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല എന്നാണ് KS രാധാകൃഷ്ണൻ തൻ്റെ പോസ്റ്റിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റിലൂടെ അഭിപ്രായപ്പെടുന്നത്. മനീതി സംഘം ചെയ്തത് അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനര് തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യഭാവ പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപ്പുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്ടപ്പേരുകൂടി രാജീവർക്ക് ലഭിക്കും എന്നാണ് KS രാധാകൃഷ്ണൻ വളരെ വികാരാധീനനായി തൻ്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. ഈ ശബരിമലയിൽ നടന്ന ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. മോഹനര് ജയിലിൽ കിടന്നപ്പോൾ തൻ്റെ മകനായ മഹേഷിനെ തന്ത്രിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ ഉടമകളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. മോഹനരുടെ മകൻ മഹേശ്വരര് അങ്ങനെ തന്ത്രിയായി. രാജീവര് സ്വർണ്ണക്കൊള്ള നടത്തിയതിന് പിന്നാലെ ജയിലിൽ കിടക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം തൻ്റെ മകനായ ബ്രഹ്മദത്തിനെ ഇപ്പോൾ തന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് ദേവസ്വം ബോർഡിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്നവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേത് എന്നാണ് KS രാധാകൃഷ്ണൻ ഉയർത്തുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇത് നിരവധി വിശ്വാസികളും കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ ധ്വനി വരുന്ന ചോദ്യങ്ങൾ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തത്വമയി ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഒരു മന്ത്രിയുടെയും ഒരു തന്ത്രിയുടെയും ഭാഗമല്ല, ഞങ്ങൾ അയ്യപ്പൻ്റെ കൂടെയാണ് എന്നും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞതുപോലെ ദൈനംദിന കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരാണ്, അവർ പിടിക്കപ്പെടണമെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് തത്വമയിക്കുമുള്ളത്. ആദ്യം മുതൽ ഈ ഒരു വിഷയം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവവുമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഈ ഒരു പോസ്റ്റ് വളരെയധികം പ്രസക്തമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും KS രാധാകൃഷ്ണൻ്റെ ഈ ഒരു പോസ്റ്റ് അതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. അത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷക അഭിപ്രായത്തിനായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ക്ഷേത്രതന്ത്രിമാരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ്. ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് 2025 വിധി പറഞ്ഞിട്ടുണ്ട്. തന്ത്രി സമാജം കൊടുത്ത കേസിലായിരുന്നു വിധി. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്ത്രികൾക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയ്ക്കും നിയമത്തിനും ചട്ടങ്ങൾക്കുമനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ടെന്നും കോടതി വിധിച്ചു. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ അധികാരമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ താഴമൺ മഠത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ താന്ത്രികാവകാശം എടുത്തു മാറ്റണമോ വേണ്ടയോ എന്നുള്ളൊരു അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം അതിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പഴയ കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി 2025 പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ എന്നും വിധിച്ചിട്ടുള്ളത്. തന്ത്രവിദ്യയിലും തന്ത്രവിധിയിലും പ്രാവീണ്യവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണം തന്ത്രിയെന്നും വിധിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. തന്ത്രിസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന വ്യക്തി തന്ത്രവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരിക്കണമെന്ന് സാരം.
ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയുക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രിയായിട്ടുണ്ടെന്ന് ഇക്കാര്യത്തെ സമഗ്രമായി പഠിച്ച ജസ്റ്റിസ് പരിപൂർണൻ എഴുതിയ കാര്യവും ഓർക്കുക എന്നും രാധാകൃഷ്ണജി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമനാധികാരിക്ക് അധികാരമുണ്ടെന്നും അതുകൊണ്ട് തന്നെ തന്ത്രി കുടുംബം എന്ത് തീവട്ടിക്കുള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല അതിന് നിയമസാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കണമെന്നും ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് രാധാകൃഷ്ണൻ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതിയത് വളരെയധികം ചിന്തനീയമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഹൈന്ദവ സമൂഹം ഒന്നാകെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഹൈന്ദവരുടെ ഏറ്റവും വലിയൊരു ദേവസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രഥമ ക്ഷേത്രം എന്ന് പറയുന്നത് അവരുടെ ഒരു വരുമാനത്തിൻ്റെ കാര്യത്തിലും അവരുടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യത്തിലായാലും അവർ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രം എന്നുള്ള രീതിയിൽ പറയുന്ന ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഭക്തജനങ്ങളുടെ അഭിപ്രായത്തിനും കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ഒരു വാർത്തയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താം. കാര്യം ഇദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലെ അത് കാര്യമാത്ര പ്രസക്തിയുള്ള കാര്യങ്ങളാണോ, അത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ, അതിലൊരു ഗൗരവമുണ്ടോ, അതോ പാടെ തള്ളിക്കളയേണ്ട വിഷയമാണോ എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങൾക്കും ഇതിനോട് പ്രതികരിക്കാം. അതിനുവേണ്ടിയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷക സമക്ഷം ഞങ്ങൾ എത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.